ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചില്ലി ഗോബി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിന് മൈദ, കോൺഫ്ലോർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സോയാ സോസ്, ഉപ്പ്, പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് വെള്ളം, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു പാകം മതി. അധികം വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. പിന്നെ ഞാനിവിടെ കോളിഫ്ലവർ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഈ കോളിഫ്ലവർ എല്ലാം ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ആ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. പിന്നെ ഉള്ളി ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞതാണ്, അതും ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ റെഡ് ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, കുറച്ച് സോയാ സോസ്, പിന്നെ ഗ്രീൻ ചില്ലി സോസ് അത് ആവശ്യമുണ്ടെങ്കിൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റണം. നന്നായി വഴഞ്ഞിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. അതിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുക്കാവട്ടെ. എന്നതിന് ശേഷം നമുക്ക് ക്യൂബായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളി ചേർക്കാം. അതും ചേർത്ത് ഒന്ന് കുക്കായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ഇടാം. ചില്ലി ഗോബി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.